Hi everybody, എല്ലാവർക്കും മറ്റൊരു ലൈവ് ഓപ്ഷൻ ബൈങ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റിയിൽ ട്രേഡ് റണ്ണിംഗ് ആണ്. കറണ്ട് വീക്ക് എക്സ്പയറി 19,450 CE 400 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 64.90 ആണ്. സോ കറന്റ് ചെറിയൊരു ലോസിലാണ്, ഒരു പോയിന്റിൻ്റെ അടുത്ത് ലോസിലാണ്. ബട്ട് നമ്മൾ ഈ ഒരു ട്രേഡിൽ ഇനിയും ഇത് ബുള്ളിഷ് ആവും എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ. സോ ഈ ഒരു ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 7 പോയിന്റ്സും ടാർഗറ്റ് എന്ന് പറയുന്നത് 14 to 21 പോയിന്റ്സ് ആയിരിക്കും. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മൂവ്മെന്റ് അനുസരിച്ച് ആ ഒരു ടാർഗറ്റിൽ നമുക്ക് മാറ്റങ്ങൾ വരാം. സോ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 79 ആണ്, സെക്കൻഡ് 85, 86. ഓക്കെ, സോ നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്, 12:30 ക്യാൻഡിൽ. സോ നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക്കും ബാക്കി ഡീറ്റെയിൽസിലേക്കും പോവാം. സോ അതിന് മുമ്പായിട്ട് വ്യൂവേഴ്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഇതേപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ്. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. ഈ ഒരു രണ്ട് കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രിപ്ഷനും എന്നെ സംബന്ധിച്ച് വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഡേ ഫ്രെയിമിൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ലോ ലെവലിലേക്ക് ഷാർപ്പായിട്ടൊരു സെല്ലിങ് നമുക്ക് ഇവിടെ കണ്ടു. ദെൻ അഗെയിൻ 200 എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും സപ്പോർട്ട് എടുത്ത് ഒരു ഡബ്ല്യു പാറ്റേണിനോട് കൂടെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഡബ്ല്യു പാറ്റേണിനോട് കൂടെ മാർക്കറ്റ് ഹയർ ലെവൽസിലേക്ക് പ്രൊസീഡ് ചെയ്തു. സോ ലാസ്റ്റ് ടൈം ആ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ആ ഒരു ഏരിയ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. ബട്ട് ഇതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് എക്സ്പയറിയിൽ ഈ ഒരു ഏരിയ 19,450 ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ദെൻ അഗെയിൻ അവിടെ നിന്ന് ഒരു ഫോൾ ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെല്ലിങ്ങിൻ്റെ മോർ ദാൻ 60%, 50% ആ ഒരു ലെവലാണ്. സോ നമുക്കറിയാം കണ്ടിന്യൂസ് മാർക്കറ്റ് ഒരു ഷാർപ്പ് സെല്ലിങ്ങിന് ശേഷം ഒരു കണ്ടിന്യൂസ് വി ഷേപ്പ് റിക്കവറി പോസിബിൾ ആണ്, ബട്ട് അത് വളരെ റെയർലി നടക്കുന്ന ഒരു കാര്യമാണ്. സോ പ്രൈസിൻ്റെ ഒരു സാധാരണ ബിഹേവിയർ അനുസരിച്ച് ഇവിടെ നമ്മൾ കണ്ടുപോലെ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കണം ബ്രേക്ക് ഔട്ട് തരേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ദൈനംദിന ഒരു പുൾ ബാക്ക് ദൈനംദിന അവിടെ നിന്ന് റീട്രേസ്മെന്റ് ചെയ്ത് പ്രൈസിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് പ്രൊസീഡ് ചെയ്യും എന്നുള്ളതായിരുന്നു. ബട്ട് ഇന്നലത്തെ 1 hour ആ ഒരു ട്രേഡിംഗ് സെക്ഷനിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ആ ഒരു ഹയർ ലെവൽസിൽ ഹോൾഡ് ഒന്നും ചെയ്തു. ഹയർ ലെവൽസിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ സമയം ഒരുപാട് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. വീക്ക് ക്ലോസിംഗ് ആണ് എന്നിരുന്നാലും ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ദെൻ അഗൈൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്നലത്തെ ആ ഒരു ലോയുടെയും അതേപോലെ തന്നെ തലേ ദിവസത്തെ ഹൈയുടെയും ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ്. സോ ഇന്ന് ആക്ച്വലി നമുക്കൊരു വ്യൂ എന്ന് പറയുന്നത് ന്യൂട്രൽ വ്യൂ ആണ്. പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഉണ്ടായില്ല, കാരണം ഇന്ന് മാർക്കറ്റ് എങ്ങനെ വേണമെങ്കിലും മൊമെൻറ്റം ചെയ്യാം. സോ വ്യൂ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. സോ ഇന്നൊരു ഷാർപ്പ് സെല്ലിംഗ് ഉണ്ടായി. ദെൻ അഗൈൻ ഒരു ട്രാപ്പ് വന്നു. ദെൻ അഗൈൻ ഷാർപ്പ് സെല്ലിംഗ്. സോ ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ്. ബട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അത്ര വേഗത്തിൽ സെല്ലിങ് പോസിബിൾ ആവില്ല എന്ന് തോന്നിയാണ്. ദെൻ അഗൈൻ ഈ ഒരു പ്രീവിയസ് സപ്പോർട്ട് ഇവിടെ ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രീവിയസ് സപ്പോർട്ടിൻ്റെ അടുത്ത് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു. ദെൻ അഗൈൻ ഇവിടുന്ന് ഒരു നോക്കുകയാണെങ്കിൽ ലോവർ ഹൈ ക്രിയേഷൻ ആയിട്ടില്ല ഫോം ചെയ്തത്. ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തെങ്കിലും ദെൻ അഗൈൻ ഇവിടെ മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെയിം പ്രൈസ് ആക്ഷൻ ഇവിടെ നമുക്ക് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു നല്ല പൊട്ടൻഷ്യൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തുടക്കം തന്നെയാണ് നമ്മൾ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. സോ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് ട്രേഡ്. സോ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ 12:30 ക്യാൻഡിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമ്മൾ ആ ഒരു എക്സിക്യൂഷൻ ചെയ്തത്. സോ നമ്മളൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും എത്തും. ഒരു ഷാർപ്പ് മൊമെൻറ്റം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഒരു ഈ ഒരു രീതിയിലുള്ള പ്രൈസ് ആക്ഷൻ ഇവിടെ ഉണ്ടാവും.
ഇതിനകൈന് ഇവിടുന്ന് ഒരു ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഹോൾഡ് ചെയ്യാം. അതല്ല ഈ ഏരിയയിൽ എത്തുമ്പോൾ ഒരു ലോവർ ഹൈ ക്രിയേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണോ പ്രോഫിറ്റ് ലോസ് അത് നമ്മൾ എക്സിറ്റ് ആവുന്നതായിരിക്കും. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ റീഡിംഗ് ആയിരുന്നു ഇന്നത്തെ. നിങ്ങൾക്കിത് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആ ഒരു സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, അതേപോലെ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നോടി ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു മൊമെൻറ്റം കിട്ടുന്നില്ല. സോ ഇന്ന് ചെറിയൊരു ഡ്രോപ്പ് വന്നാൽ നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൻ അച്ചീവ് ആവും. സോ അതൊക്കെ മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ ഇന്ന് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ആയി. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ ബിൽഡ് ചെയ്തെങ്കിലും ഒരു ബ്രേക്കിന് ശേഷം ഒരു മൊമെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഫിനാൻസ് നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ഈ ഒരു ലെവല് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ 19,580 ആ ഒരു ലെവല് ക്ലോസ് ചെയ്യാണ്ട് ഇനി ബാക്കി റിലേറ്റഡ് ഇൻഡെക്സിലൊന്നും ആ ഒരു മൊമെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല, അറിയില്ല. ബട്ട് നമ്മളൊരു സേഫ്റ്റി എന്ന രീതിയിൽ ഇന്നത്തെ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. നമുക്ക് നാളെ നോക്കാം. ഓക്കെ, സോ ഇതും നമ്മുടെ മണി മാനേജ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. സോ ക്യാപിറ്റൽ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് നല്ല ബെറ്റർ ട്രേഡിന് വേണ്ടി. സോ ഇന്നത്തെ ട്രേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കാണാം. സോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നതും തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.